ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി പിരിച്ച ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലീഗിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. തോട്ടഭൂമി എന്തിന് ഇത്ര വില കൊടുത്ത് വാങ്ങിയെന്നതാണ് വലിയ വിഷയമാകുന്നത്. പനമരം പഞ്ചായത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു. ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ തൃക്കൈപ്പറ്റയിൽ ലീഗ് വാങ്ങിയ ഭൂമി തോട്ടം ഭൂമി തന്നെയെന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ലീഗ് നേതൃത്വത്തിലും അണികൾക്കിടയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ദുരന്തബാധിതർക്കായി പിരിച്ച ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കലഹം രൂക്ഷമായി. ഉടമകൾ തോട്ടഭൂമിയാണ് വിറ്റതെങ്കിൽ തോട്ടഭൂമി എന്തിന് ഇത്ര വില കൊടുത്തു വാങ്ങി എന്നതാണ് വലിയ വിഷയമായത്. പനമരം പഞ്ചായത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കല്ലങ്കോട് മൊയ്തു ലീഗിന് വിറ്റത് തോട്ടഭൂമി തന്നെയെന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കൈരളി TV ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഭൂമി വിറ്റ കല്ലങ്കോടൻ മൊയ്തു തന്നെയാണ് ലാൻഡ് ബോർഡ് ഹിയറിംഗിന് ഹാജരായി മൊഴി നൽകിയത്. തൻ്റെ ഭൂമി വിൽക്കുമ്പോൾ തോട്ടം ഭൂമിയായിരുന്നു എന്നും പിന്നീട് തരം മാറ്റിയോ എന്ന് അറിയില്ല എന്നുമാണ് മൊയ്തു നൽകിയ മൊഴി. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അമ്മാവനും ലീഗ് ഭവന നിർമ്മാണ സമിതിയിലെ നിയമവിദഗ്ധനുമാണ് കല്ലങ്കോടൻ മൊയ്തു. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഭൂമിയാണ് ലീഗിൻ്റെ ഭവന നിർമ്മാണ സമിതിക്ക് വിറ്റിരിക്കുന്നത്. അതും തോട്ടം ഭൂമി 45,000 രൂപ വരെ വിലയ്ക്ക് വയനാട് ലഭിക്കുമ്പോൾ 1,20,000 രൂപ സെന്റിന് വെച്ചാണ് കല്ലങ്കോടൻ മൊയ്തു ലീഗിന് വിൽപ്പന നടത്തിയിരിക്കുന്നത്. 3 കോടി രൂപയാണ് ഇതുവഴി കൈവശപ്പെടുത്തിയത്. കണ്ടിലേരി ഷംജിത്ത്, ഷംന എന്നിവരിൽ നിന്നും ഇതേ രീതിയിൽ വൻതുക നൽകി ഭൂമി വാങ്ങി. ഇവരൊക്കെ തന്നെ കല്ലങ്കോടൻ മൊയ്തുവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഭൂമി തട്ടിപ്പിലൂടെ കൊടിയ വഞ്ചന നടത്തിയ കാര്യം പുറത്തു വന്നതോടുകൂടി ലീഗ് നേതൃത്വത്തിലും അണികളിലും പ്രശ്നം രൂക്ഷമാവുകയാണ്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.